നമസ്കാരം. യുഎഇയിലെ സ്കൂൾ ക്യാമ്പസുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ വിദ്യാർത്ഥികളുടെ മരുന്ന് ഉപയോഗത്തിൽ പല മാറ്റങ്ങളും അധികൃതർ കൊണ്ടുവന്നിരിക്കുകയാണ്. യുഎഇയിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയും ആരോഗ്യവും മുൻനിർത്തി വിദ്യാലയങ്ങളിൽ മരുന്നുകൾ കൊണ്ടുപോകുന്നതിനും സൂക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയവും ആരോഗ്യ വകുപ്പും പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളുടെ കൈവശം അശ്രദ്ധമായി മരുന്നുകൾ കൊടുത്തു വിടുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത് ഒഴിവാക്കാനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടി ഇല്ലാതെ ഒരു മരുന്നും സ്കൂളിൽ അനുവദിക്കില്ല. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുഎഇയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് മരുന്ന് കൊണ്ടുവരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ നടപടി. കൂടാതെ ഇനി മുതൽ വിദ്യാർത്ഥികൾ ക്ലാസുകളിലേക്ക് മരുന്നുകൾ കൊണ്ടുവരാനോ കൈവശം വെക്കാനോ പാടില്ല. ഇത് സംബന്ധിച്ച് അധികൃതർ രക്ഷിതാക്കൾക്കും കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിദ്യാർത്ഥികൾ മുതിർന്നവരുടെ മേൽനോട്ടമില്ലാതെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് വലിയ ആരോഗ്യ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ നിർദ്ദേശത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത്. കൂടാതെ ഇത് തെറ്റായ അളവിൽ മരുന്ന് കഴിക്കുക, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കുക, കുട്ടികൾ തമ്മിൽ മരുന്നുകൾ പങ്കിടുക, മാറിപ്പോവുക തുടങ്ങിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടാക്കിയേക്കാവുന്നതാണ്. ഓരോ കുട്ടിയുടെയും ശാരീരിക അവസ്ഥകൾ വ്യത്യസ്തമായതിനാൽ ഒരാൾക്ക് നൽകുന്ന മരുന്ന് മറ്റൊരാൾക്ക് വിപരീത ഫലം നൽകും. അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവരുന്നത്. എന്നാൽ വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവർക്കും സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ട കുട്ടികൾക്കും ഈ നിയമത്തിൽ ഇളവുണ്ട്. പക്ഷെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഔദ്യോഗിക കുറിപ്പടി അഥവാ പ്രിസ്ക്രിപ്ഷൻ സ്കൂളിൽ നിർബന്ധമായും സമർപ്പിക്കണം. കൂടാതെ മരുന്നിന്റെ പേര്, കഴിക്കേണ്ട അളവ്, സമയം, കുട്ടിയുടെ പേര് എന്നിവ രേഖപ്പെടുത്തിയ ഒറിജിനൽ പാക്കറ്റിൽ തന്നെ മരുന്ന് നൽകുകയും ഇവ സ്കൂളിലെ ക്ലിനിക്കിലെ യോഗ്യരായ ആരോഗ്യ പ്രവർത്തകരെയോ നഴ്സുമാരെയോ ഏൽപ്പിക്കുകയും വേണം. അവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മാത്രമേ കുട്ടികൾക്ക് മരുന്ന് നൽകുകയുള്ളൂ. അതേസമയം വിദ്യാർത്ഥികളുടെ അക്കാഡമിക് നേട്ടങ്ങൾക്കൊപ്പം തന്നെ അവരുടെ ശാരീരിക ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന സ്കൂൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. അടിയന്തര സാഹചര്യങ്ങൾ ഒഴിവാക്കാനും സുരക്ഷിതമായ ഒരു പഠനാന്തരീക്ഷം ഒരുക്കാനും രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണവും ആവശ്യമാണ്. കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കാനും ആവശ്യമെങ്കിൽ മരുന്നുകൾ പിടിച്ചെടുക്കാനും സ്കൂൾ അധികൃതർക്ക് അധികാരവും നൽകിയിട്ടുണ്ട്. ഈ നിയമം യുഎഇയിലെ മുഴുവൻ സ്കൂളുകളും പാലിക്കണം. നിയമലംഘനം നടത്തിയാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള യുഎഇ സർക്കാരിന്റെ ഈ തീരുമാനം ഏറെ സ്വാഗതാർഹമാണ്. സ്കൂൾ പരിസരങ്ങളിൽ മരുന്നുകളുടെ ദുരുപയോഗം തടയാനും അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഈ നിയമങ്ങൾ നിങ്ങളെ സഹായിക്കും. മാതാപിതാക്കളും സ്കൂൾ അധികൃതരും ഒരുപോലെ സഹകരിച്ചാൽ മാത്രമേ ഈ സുരക്ഷാ പദ്ധതി പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. കുട്ടികളുടെ കൈവശം മരുന്ന് കൊടുത്തുവിടുന്നതിന് പകരം അത് നേരിട്ട് സ്കൂളിലെ നഴ്സിനെയോ അതുമായി ബന്ധപ്പെട്ട അധികൃതരെയോ ഏൽപ്പിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായിട്ടുള്ള ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ വരും തലമുറയുടെ സംരക്ഷണത്തിന് അനിവാര്യമാണ്. നിയമങ്ങൾ പാലിച്ച് നമുക്ക് ഒന്നിച്ച് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാം. ഇനി മുതൽ കുട്ടികളുടെ സ്കൂൾ ബാഗുകളിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാത്ത ഒരു മരുന്ന് പോലും കരുതുന്നത് നിയമലംഘനമായി കണക്കാക്കും. രക്ഷിതാക്കളുടെ അശ്രദ്ധ മൂലമോ അറിവില്ലായ്മ മൂലമോ കുട്ടികൾ സ്കൂളിൽ വെച്ച് തെറ്റായ രീതിയിൽ മരുന്ന് കഴിക്കുന്നത് തടയുകയാണ് ഈ കർശന നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും ആരോഗ്യ വിവരങ്ങൾ സ്കൂൾ ക്ലിനിക്കുകളിൽ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും മരുന്നുകൾ കൈമാറുന്നതിന് പ്രത്യേക പ്രോട്ടോകോൾ പാലിക്കണമെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.